എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ RPM മീറ്റർ നമ്മുടെ ഈ 800-ൽ പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുണ്ണിയാണ്. അവനിവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്നൊക്കെ സാധനം നമ്മുടെ ഈ കിറ്റിനകത്ത് വന്നിട്ടുണ്ട് എന്ന് നോക്കാം. ഇത് നമ്മൾ ആഴ്ചയ്ക്ക് സംഭവം കണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി എടുത്ത് കാണിക്കാൻ പോകണം. അപ്പം ഇതിൻ്റെ കൂടെയുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഷിഫ്റ്റർ ലൈറ്റ്. ഇതൊരു ലൈറ്റാണ്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ പിടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ കവറിങ് ആണ്, ഒരു ഷോയ്ക്കുള്ള കവറിങ് ആണ്. ഇതിനകത്ത് ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇത് നമ്മൾ ബോഡിയിൽ നമ്മുടെ ഡാഷിൽ പിടിപ്പിക്കാനുള്ള ക്ലാമ്പാണ്. ഇത് നമ്മൾ ക്ലാമ്പിന് ഇടയ്ക്ക് വെക്കാനുള്ള ഒരു റബ്ബർ ബീഡിങ് ആണ്. ഇതാണ് നമ്മുടെ RPM മീറ്റർ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഇതിൻ്റെ വയറിങ് കൊടുക്കുന്നതിൻ്റെ ഡയഗ്രവും ഗ്യാപ്പും സാധനങ്ങളും എല്ലാം വയറിങ് ഡയഗ്രം നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഡിസ്ക്രിപ്ഷൻ പേപ്പറിൽ ഇതിൻ്റെ എല്ലാ കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കി അങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് വലിയ ആനകുതിര സംഗതികളൊന്നുമില്ല. ഈ RPM മീറ്റർ എങ്ങനെ പിടിപ്പിക്കുക എന്നുള്ളൊരു ഫിറ്റിംഗ് പ്രൊസീജിയർ നല്ല വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ RPM മീറ്ററിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വയറിൻ്റെ കളർ കോഡ് സഹിതം ഓരോന്നും എങ്ങോട്ട് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ പേപ്പറിലെല്ലാം നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമുക്കിതിനകത്തുനിന്ന് കുറച്ച് വയറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മീറ്ററിൻ്റെ കൂടെയുള്ള ഈ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ പേപ്പറിലെല്ലാം നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ തന്നെയും നെഗറ്റീവ് എന്ന് പറയുന്നത് ബ്ലാക്ക് വയർ ആയിരിക്കും. അപ്പോൾ ആ നെഗറ്റീവ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ രണ്ടാമതുള്ളത് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡ് ആയിരിക്കും. ആ റെഡ് വയർ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. രണ്ടാമത് നമ്മൾ ഈ വൈറ്റ് വയർ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മീറ്ററിനകത്ത് ഒരു ലാമ്പ് ഉണ്ടായിരിക്കും. അത് നമുക്ക് പാർക്ക് ഇടുന്ന സമയത്ത് ഇതിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ലാമ്പ്. അപ്പോൾ നമ്മളിതൊരു പാർക്ക് ബൾബിൻ്റെ ലൈനിൽ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഡാഷ് ലൈറ്റ് എന്ന് പറയും, ആ ഡാഷിൻ്റെ ക്ലസ്റ്റർ ലാമ്പുകൾ ഓണാകുമ്പം അതിനകത്ത് കൊടുക്കാനുള്ളൊരു വയറാണ്. അതുപോലെ തന്നെ ഈ ഒരു വയർ എന്ന് പറയുന്നതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ഇത് കൊടുക്കേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഇഗ്നീഷൻ കോയിലിൻ്റെ നെഗറ്റീവ് വയറിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ എല്ലാ സാധാരണ കാർബറേറ്റർ വണ്ടിയിൽ വരുന്ന ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇഗ്നീഷൻ കോയിലിൻ്റെ നെഗറ്റീവ് ലൈൻ വരുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിലേക്കായിരിക്കും. ഈ ഡിസ്ട്രിബ്യൂട്ടറിലേക്കാണ് ഈ ഇഗ്നീഷൻ കോയിലിൻ്റെ നെഗറ്റീവ് വയർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പച്ച ലൈൻ കൊടുക്കേണ്ടത് നമ്മുടെ ഈ കാണുന്ന ഇഗ്നീഷൻ കോയിലിൻ്റെ നെഗറ്റീവ് ലൈനിലാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെറുതെ നമ്മുടെ ഈ മീറ്റർ ഇപ്പോൾ നമുക്ക് ഈ ബാറ്ററിയിലൊന്ന് കണക്ട് ചെയ്ത് എന്താണ് സംഗതി എന്ന് നമുക്കിത് ഓണാകുന്നൊക്കെ കാണാം. അപ്പോൾ ഫിറ്റിങ്ങിന് നമുക്ക് നമ്മുടെ ഡാഷ് ബോർഡിനുള്ളിലൂടെ ലൈനൊക്കെ പുറത്തേക്ക് വലിക്കേണ്ടതുണ്ട്. ഈ ഒരു ലൈൻ നമുക്ക് പുറത്തേക്ക് വലിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ ബാറ്ററി വെച്ചൊന്ന് കണക്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ റെഡ് ലൈൻ ഇങ്ങോട്ട് എടുത്തു. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് ലൈൻ ഇങ്ങോട്ട് എടുത്തു. പിന്നെ നമുക്ക് ഇതിനകത്തെ ലൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈനും കൂടി, ഈ വെള്ള ലൈനും കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഈ ലൈനിൽ കൂടി കറണ്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്തുള്ള ലൈറ്റ് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ മീറ്റർ ഇവിടെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ വെള്ള ലൈനും ഈ റെഡ് ലൈനും കൂടി കൂട്ടി പിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിരിച്ചു. പിന്നെ ഇത് നമ്മുടെ എർത്ത് ലൈനാണ് ഇത്. അപ്പോൾ നമ്മൾ കോയിലിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല, കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊന്നും നമ്മളിപ്പം ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ബ്ലാക്ക് ലൈനും ഇത് നമ്മുടെ എർത്താണ്, ഇത് നമ്മുടെ പോസിറ്റീവ് ലൈനാണ്, ഇത് നമ്മുടെ പാർക്കിൽ കണക്ട് ചെയ്യേണ്ട ലൈനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിവിടെ നമ്മുടെ ബാറ്ററി പോസിറ്റീവിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു. ഈ മീറ്റർ നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നെഗറ്റീവ് ഇവിടെ ഒന്ന് കണക്റ്റ് ആക്കുന്നുണ്ട്. അമ്പടാ, കണ്ടല്ലോ, നമ്മുടെ മീറ്റർ ഓൺ ആവുകയും ചെയ്ത്, അതുപോലെ തന്നെ അതിൻ്റെ സൂചി ഇവിടുന്ന് അങ്ങേയറ്റം വരെ പോയി നമ്മളെ ഒന്ന് തെളിഞ്ഞൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പേ കാണിച്ചിട്ടുള്ള സംഗതികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മീറ്ററുണ്ട്, അതിൻ്റെ ക്ലാമ്പുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന റബ്ബർ ബീഡിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഷിഫ്റ്റ് ലൈറ്റും ഇവിടെ ഇരിപ്പുണ്ട്.
അപ്പം ഇതിന് എങ്ങനെയാണ് നമുക്കിത് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കയറ്റി വെക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെയുള്ള റബ്ബർ ബീഡിംഗ് ആണ്. ഇതിന് പ്രത്യേകം ഇവിടെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെട്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ ഷിഫ്റ്റ് ലൈറ്റിൻ്റെ ഈ ഒരു ക്ലാമ്പ് ഭാഗം ഇങ്ങനെ ഈ വെട്ടിലോട്ട് കയറി വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ലാമ്പിൻ്റെ 2 സൈഡിലുള്ള അല്ലെങ്കിൽ ബോൾട്ട് ഇങ്ങോട്ട് ഫ്രീ ആക്കാം. അപ്പോൾ അല്ലെങ്കിൽ ബോൾട്ട് ഫ്രീ ആയപ്പോൾ ക്ലാമ്പൊക്കെ ഊരി പോന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ലൈറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കുന്നത് ഈ മീറ്ററിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ വെട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിക്ക് നമ്മൾ ഈ ക്ലാമ്പിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ ഈ വയറുകളെല്ലാം ഈ ക്ലാമ്പിനകത്തുകൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് കയറ്റി വെക്കാം. അപ്പം അതുപോലെ ഈ സൈഡിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മളിത് കയറ്റി വിടാനായിട്ട്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡാഷിലേക്ക് സ്ക്രൂ ചെയ്യുക. നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് ഈ ഒരു ക്ലാമ്പിനെ സ്ക്രൂ ചെയ്തതിന് ശേഷം ഈ സ്പേസർ ഇവിടെ ഇട്ട് ഈ 2 സൈഡിലുള്ള അല്ലെങ്കിൽ ബോൾട്ട് ടൈറ്റ് ചെയ്താൽ നമ്മുടെ ഇതിൻ്റെ ക്ലാമ്പ് പരിപാടികൾ സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്ലാമ്പ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ക്ലാമ്പിങ് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ വയറൊക്കെ വലിച്ച് ലൈൻ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വയറൊക്കെ വലിച്ച് ലൈൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറയാതിരുന്ന മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിഫ്റ്റ് ലൈറ്റിൻ്റെ ഒരു കപ്ലർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതേണ്ട നമ്മുടെ മീറ്ററിനകത്തൊരു കപ്ലർ വരുന്നുണ്ട്. ഇത് നേരെ ഇങ്ങോട്ട് കുത്തിയാൽ മാത്രം മതി. അതല്ലാതെ വലിയ സംഗതികളൊന്നുമില്ല. പിന്നെ നമുക്കിത് നമ്മുടെ വണ്ടിയിലേക്ക് പിടിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് പിടിപ്പിക്കാം. ലൈനൊക്കെ വിളിച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡാഷിൽ ഈ മീറ്റർ പിടിപ്പിച്ചതിന് ശേഷം അതിന് ഡാഷിനൊരു ചെറിയ ഹോളൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ വയറൊക്കെ താഴോട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറിംഗ് കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയിരുന്നത് പാർക്ക്, അതുപോലെ ഇഗ്നീഷൻ ഓണ്, അതുപോലെ എർത്ത്, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയിലിലേക്ക് പോകേണ്ട വയർ. ഇത്രയും സാധനങ്ങളായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഞാനത് മുമ്പേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പാർക്കും അതുപോലെ തന്നെ ഇഗ്നീഷൻ ഓണ്, അതുപോലെ എർത്ത്, ഇത്രയും സാധനങ്ങൾ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ വയറിംഗ് കിറ്റിൽ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനെ വയർ കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷനിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ്, ഈ ഒരു ഭാഗത്തു നിന്നാണ് അത് എടുത്തത്. അതിവിടെ കപ്ലറായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ചു തന്നതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രീൻ കളറിലുള്ള വയർ, കോയിൽ നെഗറ്റീവിൽ കൊടുക്കേണ്ട വയർ നമ്മൾ ഈ എൻജിൻ ഹുഡിൻ്റെ ഡാഷിൻ്റെ ഉള്ളിലൂടെ ഈ എൻജിൻ ഹുഡിനകത്തേക്ക് എടുത്ത് നേരെ നമ്മുടെ കോയിലിൽ ഒരു വയർ ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയറിംഗ് കണക്ഷൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ ഇഗ്നീഷൻ ഒന്ന് ഓണാക്കി നോക്കാം. ഞാൻ ഇഗ്നീഷൻ ഓണാക്കാൻ പോവാണ്. നമ്മുടെ മീറ്റർ വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പാർക്കൊന്ന് ഇടാൻ പോവാണ്. നമ്മുടെ പാർക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ വെളിച്ചമായതുകൊണ്ട് നമുക്കത് ഇപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാം. പാർക്ക് ഇഗ്നീഷൻ ഓണായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിനകത്ത് വെളിച്ചം ഉണ്ടായത്. നമ്മൾ ഇഗ്നീഷൻ ഓണാക്കുമ്പോൾ നമ്മുടെ കീല് അതിൻ്റെ സൂചിയിൽ മാത്രമാണ് ഒരു വെളിച്ചം ഉണ്ടാകുന്നത്. അതിനുശേഷം പാർക്കോഡ് ഇടുമ്പോഴാണ് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ടാക്കിയിട്ട് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ മീറ്റർ വർക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കെയിൽ കയറുന്നുണ്ട്, കാണിക്കുന്നുണ്ട്, എല്ലാം പക്കയാണ്.
അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.